ഹലോ സഹകാരി റേസ് പ്ലസിലെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും PYQ സീരീസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ചോദ്യപേപ്പർ എന്ന് പറയുന്നത് ഏതാണ്? 161/2025 എന്നുള്ള ചോദ്യപേപ്പറാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. ഏതാണ്? 161/2025. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കിക്കേടാ. ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. നമ്മുടെ ഓപ്ഷൻസിൽ RC ദത്ത് ഉണ്ട്, അതുപോലെ തന്നെ ബാലഗംഗാധര തിലക് ഉണ്ട്, ദാദാബായ് നവറോജി ഉണ്ട്, മദൻ മോഹൻ മാളവ്യ ഉണ്ട്. ഇത്രയാണ് നമ്മുടെ ഓപ്ഷൻസിലുള്ളത്. അപ്പോൾ ചോർച്ചാ സിദ്ധാന്തം എന്ന് പറയുമ്പോൾ വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ് അല്ലേ? നമുക്ക് വേഗത്തിൽ തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ആരാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി ദാദാബായ് നവറോജിയാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ആരാണ്? ഓപ്ഷൻ സി ദാദാബായ് നവറോജിയാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി ഇതിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് എവിടെ നിന്ന് കിട്ടും? നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്സിൽ നിന്ന് കിട്ടും. ആദ്യമായിട്ട് നമുക്ക് ഇതിനെപ്പറ്റി ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത് ഏത് ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്? നമ്മുടെ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാർട്ട് 1 ചാപ്റ്റർ 2, അതായത് ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിനകത്ത് എന്തിനെ കുറിച്ച് പറയുന്നുണ്ട്? ഇതാ കണ്ടോ, നമ്മുടെ ദാദാബായ് നവറോജിയെ പറ്റിയിട്ടും ചോർച്ചാ സിദ്ധാന്തത്തെ പറ്റിയിട്ടും കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാനൊന്ന് വായിക്കാം. ഇന്ത്യയുടെ വന്ധ്യ വയോധികനാണ് ആര്? നമ്മുടെ ദാദാബായ് നവറോജി എന്ന് പറയുന്ന ആരാണ്? ഇന്ത്യയുടെ വന്ധ്യ വയോധികനാണ് ആര്? ദാദാബായ് നവറോജി. അറിയാവുന്ന കാര്യമാണ് അല്ലേ? ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ അല്ലെങ്കിൽ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ദാദാബായ് നവറോജിയുടെ പുസ്തകമാണ് എന്ത്? പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുന്ന ഇൻഫർമേഷൻസ് ആണ്. എന്താണ്? പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ദാദാബായ് നവറോജിയുടെ പുസ്തകമാണ്. ഇനി ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ സമ്പത്ത് ചോർത്തിക്കൊണ്ട് പോകുന്നുവെന്ന തന്റെ നിരീക്ഷണമാണ് എന്ത് ചെയ്തത്? അദ്ദേഹം ചോർച്ചാ സിദ്ധാന്തം അല്ലെങ്കിൽ ഡ്രെയിൻ തിയറി ആയിട്ട് ഈ പുസ്തകത്തിൽ എന്ത് ചെയ്തത്? അവതരിപ്പിച്ചത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻഫർമേഷൻസ് അവിടെ നിന്ന് കിട്ടി. പിന്നെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ചർച്ചാ വിഷയമാക്കുന്നതും ഇതിലൂടെ, ഈ ഒരു പുസ്തകത്തിലൂടെ എന്താണ് അദ്ദേഹം പറഞ്ഞതിലൂടെ നമുക്ക് എന്ത് ചെയ്തു? സാധിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇത് കൂടാതെ, ഈ ടെക്സ്റ്റ് ബുക്ക് കൂടാതെ തന്നെ അടുത്ത നമ്മുടെ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാർട്ട് 1 ഓൾഡ്, പഴയ ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ. അതിൽ ചാപ്റ്റർ 4 ഇന്ത്യ പുതുയുഗത്തിലേക്ക് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അതിനകത്തും എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായിട്ട് ഈ പറയുന്ന ദാദാബായ് ചോർച്ചാ സിദ്ധാന്തം എന്ന് ഹെഡിങ് കൊടുത്ത് തന്നെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. നോക്കിക്കേടാ, ദാദാബായ് നവറോജിയുടെ പ്രധാന സംഭാവനയാണ് ചോർച്ചാ സിദ്ധാന്തം. ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് പലതരത്തിൽ ചോർത്തിക്കൊണ്ട് പോയിരുന്നു. ശമ്പളമായും അതുപോലെ എന്താണ് സമ്മാനമായും നികുതിയായുമായിരുന്നു എന്ത് ചെയ്തത്? നമ്മുടെ ഇന്ത്യയുടെ സമ്പത്തൊക്കെ എന്ത് ചെയ്തെന്ന് അവർ ചോർത്തിക്കൊണ്ട് പോയിരുന്നു. ഈ സാമ്പത്തിക ചോർച്ചയാണ് എന്ത് ചെയ്ത്? ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ഈ ചോർച്ചയാണെന്നാണ് ദാദാബായ് നവറോജി എന്ത് ചെയ്തത്? സമർത്ഥിച്ചത്. അപ്പോൾ കൃത്യമായിട്ട് 2 ടെക്സ്റ്റ് ബുക്കിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 2 ടെക്സ്റ്റ് ബുക്കിൽ ഏത് വായിച്ചിരുന്ന ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേടാ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സമത്വത്തിനുള്ള അവകാശമാണോ, അതോ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശമാണോ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണോ, ചൂഷണത്തിനെതിരായ അവകാശമാണോ? ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും? ഹൃദയവും ആത്മാവും നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുണ്ട് അല്ലേ? ആ മൗലിക അവകാശങ്ങൾ ഏത് മൗലിക അവകാശത്തെയാണ് നമ്മുടെ ഡോക്ടർ BR അംബേദ്കർ എന്ത് പറഞ്ഞത്? ഹൃദയവും ആത്മാവും എന്ന് പറഞ്ഞതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വേഗത്തിൽ കമന്റ് ചെയ്ത്, നിങ്ങൾക്ക് അറിയാൻ പെട്ടെന്ന് കമന്റ് ചെയ്ത്. സമത്വത്തിനുള്ള അവകാശമാണോ, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശമാണോ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണോ, ചൂഷണത്തിനെതിരായ അവകാശമാണോ? ഉത്തരം ഏതാണ്? നമ്മുടെ ഓപ്ഷൻ ബി, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാർട്ട് 1 ഓൾഡ് ആണ് കേട്ടോ, പഴയ ടെക്സ്റ്റ് ബുക്കാണ്. അതിൽ ചാപ്റ്റർ 3 ഇന്ത്യൻ ഭരണഘടനാ അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്നുള്ള ചാപ്റ്ററിനകത്ത് കൃത്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഇൻഫർമേഷൻ കിട്ടും. ഓക്കെ, നമുക്ക് നേരെ നോക്കാം. ആദ്യം തന്നെ എന്താണ് നമ്മുടെ മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് ടെക്സ്റ്റിനകത്ത് പറയുന്നത് ഞാൻ ജസ്റ്റ് വച്ചു എന്നുള്ളത് നമുക്ക് നോക്കാം. സമത്വത്തിനുള്ള അവകാശം അല്ലെ, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏതൊക്കെയാണ്? സമത്വത്തിനുള്ള അവകാശം, അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായ അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടനാപരമായ പരിഹാരം കണ്ടെത്തുന്നതിനുള്ള അവകാശം. ഓക്കെ, ഇത്രയുമാണ് ഉള്ളത്. ഇനി ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. ഞാൻ പറഞ്ഞ ഉത്തരം ഇതാണ് വരുന്നത്. എങ്ങനെയാണ് ഇത് ഉത്തരമായിട്ട് വരുന്നതെന്ന് കൂടെ നമുക്ക് നോക്കി നോക്കാം അല്ലേ? നോക്കിക്കേടാ, മൗലിക അവകാശങ്ങളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. എന്തൊക്കെയാണ് മൗലിക അവകാശങ്ങൾ? ലംഘിക്കപ്പെട്ടാൽ അതിനുള്ള പരിഹാര മാർഗങ്ങൾ. മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണല്ലേ? അപ്പോൾ അത് ലംഘിക്കപ്പെട്ടാൽ അതിനുള്ള പരിഹാര മാർഗങ്ങളും ഉണ്ടായിരിക്കണം അല്ലേ? നോക്കിക്കേ, മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അവ പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങളും ഭരണഘടന തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നിർദ്ദേശിക്കുന്നുണ്ട്. ഇത് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം അല്ലെങ്കിൽ കാണാനുള്ള അവകാശം എന്ന്
നമ്മൾ എന്ത് ചെയ്യുന്നു പറയുന്നു എന്നറിയപ്പെടുന്നു. ഒരു വ്യക്തിക്ക് മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നത് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ നേരിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് ആരെ സമീപിക്കാം, കോടതിയെ സമീപിക്കാനുള്ള ഒരു അവകാശം ഉണ്ട് അല്ലെ. ഇനി ഇപ്രകാരം മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന എന്താണ് ഉത്തരവിക്കുന്നത് നമ്മൾ റിട്ടുകൾ എന്ന് പറയും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. ഇനി ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശത്തെക്കുറിച്ച് നമ്മുടെ ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞത് ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞിട്ട് താഴെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേടാ, ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? എന്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നാണ്. പിന്നെ അദ്ദേഹം എന്തുകൂടി ചേർത്തു? ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ്. അപ്പൊ നമ്മുടെ ഉത്തരത്തിലേക്ക് നമ്മൾ കൃത്യമായിട്ട് SCERT ടെക്സ്റ്റ് ബുക്ക് വെച്ചെത്തിയില്ലേ. എന്താണ് ഹൃദയവും ആത്മാവും? അത് എടുത്ത് തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ അല്ലേടാ, ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഉത്തരത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അടുത്ത ചോദ്യം, സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആര്? സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് ആര്യ മഹിളാ സഭ എന്ന എന്താണ് ആ ഒരു സംഘടന സ്ഥാപിച്ചത് ആരെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസിനകത്ത് അക്കാമ ചെറിയാനുണ്ട്, പണ്ഡിത രമാഭായി ഉണ്ട്, സ്വാമി വിവേകാനന്ദൻ ഉണ്ട്, ആനി ബസന്ത് ഉണ്ട്. ഇത്രയും പേര് ഓപ്ഷൻസിലുണ്ട്. ആരൊക്കെയാണ്? സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? അക്കാമ ചെറിയാൻ, പണ്ഡിത രമാഭായ്, സ്വാമി വിവേകാനന്ദൻ, ആനി ബസന്ത്. ഏതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്? നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് പണ്ഡിത രമാഭായി ആണ്. പണ്ഡിത രമാഭായ്, ഓപ്ഷൻ ഡി പണ്ഡിത രമാഭായ് ആണ് ആര്യ മഹിളാ സഭയുമായിട്ട് അല്ലെങ്കിൽ ആര്യ മഹിളാ സഭ എന്നുള്ള സംഘടന എന്ത് ചെയ്തത്, സ്ഥാപിച്ചത്. ഇനി ഇതിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ആദ്യം കിട്ടുന്ന ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാർട്ട് 1 ചാപ്റ്റർ 4 പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. അതിൽ അനീതിയിൽ നിന്ന് നീതിയിലേക്ക്, എന്താണ് അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്നൊരു ചാപ്റ്റർ ഉണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് നമുക്ക് നോക്കി നോക്കാം അല്ലെ പണ്ഡിത രമാഭായിയെ പറ്റി എന്തൊക്കെയാണ് പറയുന്നതെന്ന്. 19ാം നൂറ്റാണ്ടിൽ സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനുമായിട്ട് പ്രവർത്തിച്ച ഇന്ത്യയിലെ എന്താണ് സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ആര്യ പണ്ഡിത രമാഭായി എന്ന് പറയുന്നത്. വിധവകളുടെ വിദ്യാഭ്യാസവും ക്ഷേമവും പ്രധാന പ്രവർത്തന മേഖലയായിരുന്നു. ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. ഓക്കെ, ഇനി ഇത് കൂടാതെ നമ്മുടെ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 2 ആ ടെക്സ്റ്റ് ബുക്ക് ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക്, ഇപ്പൊ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കി നിങ്ങൾ കണ്ടു കാണും ഈ ഒരു ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് എന്നുള്ള ചാപ്റ്റർ നിങ്ങൾ മുന്നേ കണ്ടു കാണും. അതായത് ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ റിപ്പീറ്റ് അടിച്ച് ഒരേ ചോദ്യ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നതാണ് നമുക്കിവിടെ കാണാം. ഇനി നിങ്ങൾ വീണ്ടും ഈ ചാപ്റ്റർ നിങ്ങൾ കാണും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ചോദ്യ പേപ്പറിൽ ഒരുപാട് ചോദ്യങ്ങൾ PSC ചോദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അതിലേക്ക് നമുക്ക് വരാം. സോഷ്യൽ സയൻസ് പാർട്ട് 1 ചാപ്റ്റർ 2 ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് എന്നൊരു ചാപ്റ്റർ ഉണ്ട്. അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് പറയുന്നുണ്ട്. നോക്കിക്കേടാ, സാമൂഹിക പരിഷ്കരണ രംഗത്തെ സ്ത്രീ സാന്നിധ്യമായിരുന്നു പണ്ഡിത രമാഭായി. കർണാടക സ്വദേശിയായ രമാഭായി സംസ്കൃതം, മറാത്തി, ബംഗാളി തുടങ്ങിയ ഭാഷകൾ സ്വായത്തമാക്കി. ഇനി എന്താണ് സംസ്കൃത സാഹിത്യത്തിലുള്ള അവഗാഹം പരിഗണിച്ച് കൽക്കത്ത സർവകലാശാലയിലെ അധ്യാപകർ രമാഭായിയെ പണ്ഡിത എന്ന ബഹുമതി നൽകി ആദരിച്ചു. പണ്ഡിത രമാഭായി ശൈശവ വിവാഹത്തിനെതിരെ നിലകൊള്ളുകയും വിധവകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടി നിരവധി സ്കൂളുകൾ ആരംഭിക്കുകയും ചെയ്തു. പിന്നെ എന്താണ് ഇത്തരം പ്രവർത്തനങ്ങൾക്കായി ആര്യ മഹിളാ സമാജം, നോക്കിക്കേട്ട നമ്മുടെ ഉത്തരം, ആര്യ മഹിളാ സമാജം എന്ന സംഘടന അവരെന്ത് ചെയ്തു, സ്ഥാപിച്ചു. വിധവകളുടെ പുനർ അധിവാസത്തിനായി ശാരദാ സദനം, ഓക്കെ, അതും എക്സ്ട്രാ പോയിന്റ്സ് ആണ്, നോട്ട് ചെയ്യുക. ശാരദാ സദനം എന്ന അഭയ കേന്ദ്രവും സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനവും നൽകുന്നതിനായി എന്താണ് മുക്തി മിഷൻ, ഓക്കെ, നോട്ട് ചെയ്യുക, മുക്തി മിഷൻ എന്ന പദ്ധതിയും ആരംഭിച്ചു. 1889 എന്ത് ചെയ്തു, ബോംബെയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിലും എന്ത് ചെയ്തു, അവർ പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നമ്മൾ കൃത്യമായിട്ട് അതിന്റെ ഉത്തരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല എക്സ്ട്രാ പോയിന്റ്സും എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ അല്ലേടാ, ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ ചില എന്താണ് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതിലെ സ്ഥാപകരെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഇവിടെ കാണുന്നത്. നമുക്ക് നോക്കി നോക്കാം. പ്രാർത്ഥനാ സമാജം ആരാണ്? ആത്മാറാം പാണ്ഡുരംഗ്. പിന്നെന്താണ് ആര്യ സമാജമുണ്ട്, സ്വാമി ദയാനന്ദ സരസ്വതി. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ. തിയോസഫിക്കൽ സൊസൈറ്റി എന്താണ് മാഡം ബ്ലാവിറ്റ്സ്കി, കേണൽ ഓൾക്കോട്ട്. പിന്നെന്താണ് രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ. ഹിതകാരിണി സമാജം വീരേശലിംഗം പന്തുലു. പിന്നെന്താണ് സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരു. സതുജന പരിപാലന സംഘം നമ്മുടെ അയ്യങ്കാളി. ഓക്കെ, ഇത് ജസ്റ്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഒരു ടേബിൾ ആണ്. ഇതും എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ,
അടുത്ത ചോദ്യം, ഭരണഘടനാ ഭേദഗതികളിലൂടെ മൗലിക അവകാശങ്ങളിൽ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കുകയും ചെയ്ത അവകാശങ്ങൾ ഏതൊക്കെയാണ്? സമത്വത്തിനും സ്വത്തിനും, മതസ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനും, സമത്വത്തിനും വിദ്യാഭ്യാസത്തിനും സ്വത്തിനും. ഓക്കെ, ഇതിൽ ഏത് അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങളിൽ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കുകയും ചെയ്ത അവകാശങ്ങൾ? ഏതാണ്? വിദ്യാഭ്യാസത്തിനും സ്വത്തിനും. ഇതാണ് കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കുകയും ചെയ്തത്. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. താഴെ തന്നിരിക്കുന്ന സൂചനകൾ ഏത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ഓക്കെ, കുറച്ച് പ്രസ്താവനകൾ താഴെ തന്നിട്ടുണ്ട്. അത് ഏതാണ് നമ്മൾ തിരിച്ചറിയണം. ഏത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് നമ്മൾ തിരിച്ചറിയാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 1885 ബോംബെയിൽ ആദ്യ സമ്മേളനം. പിന്നെന്താ പറയുന്നത്? അധ്യക്ഷൻ എന്തായിരുന്നു? WC ബാനർജി. അപ്പൊ തന്നെ നമുക്ക് ഉത്തരം കിട്ടിക്കാണും. 1885 ആദ്യ സമ്മേളനം ബോംബെയിൽ വെച്ച് നടന്നു. അതിന്റെ അധ്യക്ഷൻ WC ബാനർജി ആയിരുന്നു. ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ദേശീയ ബോധം വളർത്തുക, മിതവാദികൾ തീവ്രവാദികൾ എന്നിങ്ങനെ രണ്ട് ചിന്താധാരകൾ ഉടലെടുത്തു. നമുക്ക് ഇത് ബോംബെയിൽ വെച്ചായിരുന്നു. അതുപോലെ തന്നെ WC ബാനർജി എന്ന് കേട്ടപ്പോൾ തന്നെ ഉത്തരം കിട്ടിക്കാണും. ഏതാണ്? ഓപ്ഷൻ ഡി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഉത്തരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനം അല്ലെ ബോംബെയിൽ വെച്ചായിരുന്നു. 1885 WC ബാനർജി ആയിരുന്നു ആദ്യത്തെ അധ്യക്ഷൻ. അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്തു? ഉത്തരത്തിലേക്ക് എത്തി. ഇനി കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1885 ഡിസംബർ 28-നാണ്. എന്നാണ്? 1885 ഡിസംബർ 28-ന്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രമുഖ സിദ്ധാന്തമാണ് സുരക്ഷാ വാൽവ് സിദ്ധാന്തം. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിതാവ് A.O. ഹ്യൂം. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ആരായിരുന്നു? ദാദാഭായ് നവറോജി. ആരാണ് പേര് നിർദ്ദേശിച്ചത്? ദാദാഭായ് നവറോജി. ഇനി ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം എത്രയാണ്? 72 ആണ്. കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻസ് ആണ് എന്ത് ചെയ്യാൻ നോട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത ചോദ്യം, ഭരണഘടനാ ദിനം എന്നാണ് നമ്മൾ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്? എന്നാണ്? നവംബർ 26-നാണ് നമ്മൾ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ്. ഇന്ത്യക്ക് സ്വന്തമായ ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? MN റോയ് ആണ്. ഇനി ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായതെന്നാണ്? 1946 ഡിസംബർ 9-ന് ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേടാ? അടുത്ത ചോദ്യം, അതിനു മുമ്പേ നമ്മുടെ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാർട്ട് 1 ചാപ്റ്റർ 3 ഭരണഘടന വഴിയും വഴികാട്ടിയും എന്നുള്ളൊരു ചാപ്റ്റർ ഉണ്ട്. അതിനകത്ത് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ അതിൽ ജസ്റ്റ് ആ ഒരു നാഴിക കല്ലുകൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. നമുക്കൊന്ന് നോക്കി നോക്കാം. നിർമ്മാണ കാലയളവ് എന്താണ്? 2 വർഷം 11 മാസം 17 ദിവസമായിരുന്നു. ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9. ഇനി തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇനി അത് മാത്രമല്ല ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. നിലവിൽ വന്നത് എന്തായിരുന്നു? അതുപോലെ ഭരണഘടന അംഗീകരിച്ചത് ഒപ്പുവെച്ചത് 1949 നവംബർ 26. നിലവിൽ വന്നത് 1950 ജനുവരി 26. അപ്പോഴാണ് ഇന്ത്യ എന്തായത്? റിപ്പബ്ലിക് ആയത്. ജസ്റ്റ് അതൊന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഏത് ഭരണഘടനാ ഭേദഗതിയാണ് ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നത്? ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നത് ഏതാണ്ട് ഉത്തരമായിട്ട് വരുന്നത്? ഇതിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരം നമ്മുടെ 7ാം ക്ലാസ്സിലെ പാർട്ട് 1 സോഷ്യൽ സയൻസ് പാർട്ട് 1 ചാപ്റ്റർ 3 ഭരണഘടന വഴിയും വഴികാട്ടിയും തൊട്ട് മുന്നേയുള്ള ചാപ്റ്ററിൽ നമ്മൾ ആ ഒരു കണ്ടതും അത് തന്നെയായിരുന്നു അല്ലേ? അപ്പോൾ ഭരണഘടന വഴിയും വഴികാട്ടിയും എന്നുള്ള ചാപ്റ്ററിനകത്ത് കൃത്യമായിട്ട് ഇതിന്റെ ഉത്തരം പറയുന്നുണ്ട്. നമുക്ക് നോക്കി നോക്കാം. നോക്കിക്കേ, ചെറു ഭരണഘടന 1946-ലെ 42 നോട്ട് ചെയ്യുക. 42ാം ഭേദഗതി വഴിയാണ് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ എന്ത് ചെയ്തത്? എഴുതി ചേർത്തത്. ഭരണഘടനയിൽ വേറെയും ചില മാറ്റങ്ങൾ ഈ ഭേദഗതിയിലൂടെ വരുത്തിയിരുന്നു. സുപ്രധാനമായ നിരവധി മാറ്റങ്ങൾ വരുത്തിയതിനാൽ ഈ ഭേദഗതിയെ ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നു. എന്താണ്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നു. ഏതാണ് നമ്മുടെ ആ ഒരു ഭേദഗതി ഏതായിരുന്നു? 42ാം ഭേദഗതിയിലൂടെയാണ് എന്ത് ചെയ്തത്? 1976-ലെ 42ാം ഭേദഗതി. അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി, 42ാം ഭേദഗതി. കൃത്യമായിട്ട് SCERT ടെക്സ്റ്റ് ബുക്കിലൂടെ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തിച്ചേർന്നു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേടാ? അടുത്ത ചോദ്യം, ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരെന്നാണ് അടുത്ത ചോദിച്ചിരിക്കുന്ന ചോദ്യം. എന്താണ്? ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണോ? ജ്യോതിറാവു ഭൂലെ ആണോ? മഹാദേവ ഗോവിന്ദ റാനഡെ ആണോ? പിന്നെ എന്താണ്? ഗോപാലകൃഷ്ണ ഗോഖലെ ആണോ? ഇത്രയും പേരാണ് ഓപ്ഷൻസിലുള്ളത്. ഇതിൽ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? നോക്കിക്കേടാ, ഇതിന്റെ ഉത്തരം നമ്മുടെ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാർട്ട് 1 ചാപ്റ്റർ 2 ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് എന്നൊരു ചാപ്റ്റർ ഉണ്ട്. നോക്കി നോക്കാം. അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നോക്കിക്കേ, ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷകളിലുമായി നിരവധി പത്രങ്ങൾ അക്കാലത്ത് നിലവിൽ വന്നു. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് സാമൂഹിക പരിഷ്കർത്താവായ രാജാറാം മോഹൻ റോയ് ആണ്.
ഉത്തരത്തിലേക്ക് എത്തി അല്ലേ. ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ ഇവിടെ ചോദ്യം നോക്കിക്കേ, ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരെന്നായിരുന്നു നമ്മളോട് ചോദിച്ചത്. നമ്മൾ ഉത്തരത്തിലേക്ക് എത്തി. ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. കൃത്യമായിട്ട് ഉത്തരത്തിലേക്ക് എത്തിയില്ലേ? ഒന്നുകൂടെ നോക്കാം. അപ്പോൾ സാമൂഹിക പരിഷ്കർത്താവായ നമ്മുടെ രാജാറാം മോഹൻ റോയ് ആയിരുന്നു എന്ത് ചെയ്തത്? ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. പിന്നെന്താണ്? അദ്ദേഹം ആരംഭിച്ച പത്രങ്ങളാണ് എന്ത്? ബംഗാളി ഭാഷയിലെ സമ്പദ് കൗമുദിയും അതുപോലെ പേർഷ്യൻ ഭാഷയിലെ മിറത്ത് ഉൾ അക്ബറും. ഓക്കെ, നോട്ട് ചെയ്യുക. മിറത്ത്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ബ്രിട്ടീഷ് നയങ്ങളെ വിമർശിക്കാനും അവയ്ക്കെതിരെ പ്രതികരിക്കാനും ചൂഷണങ്ങൾക്കെതിരായ മനോഭാവം വളർത്താനും എന്ത് ചെയ്തു? ഇത്തരം വർത്തമാന പത്രങ്ങൾക്ക് സാധിച്ചു. ആധുനിക ആശയങ്ങളും ദേശീയതയും വളർത്തുന്നതിൽ നിർണായ പങ്ക് വഹിച്ച പ്രധാന പത്രങ്ങളാണ് ഈ ചുവടെ താഴെ കുറച്ച് പത്രങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. എന്താണ്? അമൃത് ബസാർ പത്രിക ബംഗാളിയാണ്. ദി ഹിന്ദു ഉണ്ട്, ടൈംസ് ഓഫ് ഇന്ത്യ ഇംഗ്ലീഷ് ആണ്. പിന്നെന്താണ്? മാതൃഭൂമി, അൽ അമീൻ ഉണ്ട്, മലയാളമാണ്. ജസ്റ്റ് അവർ കൊടുത്തിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 2 ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ആണ്. അതിനകത്ത് നമ്മുടെ രാജാറാം മോഹൻ റോയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് നോട്ട് ചെയ്യാം. ഇന്ത്യയിലുണ്ടായ സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിച്ച രാജാറാം മോഹൻ റോയ് ആണ്. ഇനി 1972 ബംഗാളിൽ ജനിച്ച അദ്ദേഹം ഹിന്ദു, ഇസ്ലാം, ക്രൈസ്തവ, ജൂത മതങ്ങളിൽ അഗാധമായ ജ്ഞാനം എന്ത് ചെയ്യുന്നു? ഉണ്ടായിരുന്നു. ഒരു ബഹുഭാഷാ പണ്ഡിതനായ റോയിയെ ഫ്രഞ്ച് വിപ്ലവ ആശയങ്ങൾ സ്വാധീനിച്ചിരുന്നു. ഇനി രാജാറാം റോയിയുടെ പ്രധാന പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് ആ ബോക്സ് ആയിട്ട് കൊടുത്തിരിക്കുന്ന കാണാനായിട്ട് പറ്റുന്നത്. നമുക്ക് വായിക്കാം. സതി നിർത്തലാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചു. അതുപോലെ തന്നെ ആധുനിക വിദ്യാഭ്യാസത്തിനായി നിരവധി സ്കൂളുകൾ ആരംഭിച്ചു. പിന്നെന്താണ്? ബ്രഹ്മസമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം എന്ത് ചെയ്തു? ആരംഭിച്ചു. ശൈശവ വിവാഹം, ബഹുഭാര്യത്വം എന്നീ സാമൂഹിക തിന്മകൾക്കെതിരെ അദ്ദേഹം എന്ത് ചെയ്തു? പോരാടി. അത് മാത്രമല്ല, സ്ത്രീകൾക്ക് എന്ത് ചെയ്തു? പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ച വ്യക്തിയും കൂടിയാണ് ആര്? രാജാറാം മോഹൻ റോയ്. അതുപോലെ തന്നെ വിഗ്രഹ ആരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെയും എന്ത് ചെയ്തു? നിലകൊണ്ട വ്യക്തിയാണ് നമ്മുടെ രാജാറാം മോഹൻ റോയ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേടാ? അടുത്ത ചോദ്യം, ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പൂർണ്ണമായി നിർത്തിവെക്കാൻ കാരണം, അല്ലെ ആ ഒരു നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാനുണ്ടായ പ്രധാനമായിട്ടുള്ള കാരണം അല്ലെങ്കിൽ ആ ഒരു സംഭവം എന്തെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഓപ്ഷൻസിൽ ബംഗാൾ വിഭജനമുണ്ട്, ചൗരി ചൗര സംഭവമുണ്ട്, റൗളത്ത് ആക്ട് ഉണ്ട്, ജാലിയൻ വാല ബാഗ് കൂട്ടക്കൊലയുണ്ട്. ഇതിൽ ഏതാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പൂർണ്ണമായി നിർത്തിവെക്കാൻ കാരണമായിട്ടുള്ള സംഭവം? ഏതാണടാ? നമ്മുടെ ചൗരി ചൗര സംഭവമാണ്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ചൗരി ചൗരയാണ്. ഓപ്ഷൻ ബി, ചൗരി ചൗരയാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി ചൗരി ചൗരയെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കി നോക്കാം. ചൗരി ചൗര സംഭവം നടക്കുന്നത് 1922 ഇനി ചൗരി ചൗരയിൽ പ്രകടനം നടത്തുകയായിരുന്ന ജനക്കൂട്ടത്തിനെതിരെ എന്ത് ചെയ്തു? പോലീസ് വെടിവെച്ചതിൽ പ്രതിഷേധിച്ച് ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ എന്ത് ചെയ്യും? തീ കൊളുത്തുകയും അങ്ങനെ എന്ത് ചെയ്തു? 22 പോലീസുകാർ മരിക്കുകയും ചെയ്തതാണ് ചൗരി ചൗര സംഭവം. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ച വർഷം നോക്കി 1922 ഫെബ്രുവരി 11 ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻ സി, പാർലമെന്റിനാണുള്ളത്. ആർക്കാണ്? ഓപ്ഷൻ സി, പാർലമെന്റിനാണ് ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം ഉള്ളത്. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതെന്നാണ്? വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം? ഓപ്ഷൻ എ, 1925 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. ഇനി ഈ വൈക്കം സത്യാഗ്രഹവും നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിൽ കൃത്യമായിട്ട് നമുക്ക് ആ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. 1925 എന്നുള്ളത് കൃത്യമായിട്ട് സ്കൂൾ ടെക്സ്റ്റിൽ എന്ത് ചെയ്യുന്നത്? മെൻഷൻ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കി നോക്കാം. 8ാം ക്ലാസ്സിലെ ദേശീയ പ്രസ്ഥാനവും കേരളവും എന്നുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. അതിനകത്ത് ഇതാ നോക്കിക്കേ, വൈക്കം സത്യാഗ്രഹം എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കി നോക്കാം. വൈക്കം സത്യാഗ്രഹം വൈക്കം ക്ഷേത്രത്തിന് 100 മീറ്റർ അകലെ സ്ഥാപിച്ചിരുന്ന ഒരു ബോർഡാണ്. അയിത്ത ജാതിക്കാർ എന്താണ്? ഇതിനപ്പുറം പ്രവേശിക്കാൻ പാടില്ല. നോക്കിക്കേ, ദേശീയ പ്രസ്ഥാനം ശക്തമാക്കുന്ന വേളയിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേരളത്തിൽ നടന്ന പ്രധാന സമരമാണ് വൈക്കം സത്യാഗ്രഹം. ഇനി വൈക്കം ക്ഷേത്രത്തിന് ചുറ്റും റോഡിലൂടെ താഴ്ന്നതെന്ന് ഗണിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങളെ സഞ്ചരിക്കാൻ അനുവദിച്ചിരുന്നില്ല. ഈ വിവേചനത്തിനെതിരെ 1924 മാർച്ച് 30 സത്യാഗ്രഹം ആരംഭിച്ചു. അപ്പോൾ നമ്മുടെ വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത് 1924 മാർച്ച് 30 ഇനി ടി കെ മാധവൻ, കെ കേളപ്പൻ, കെ പി കേശവമേനോൻ തുടങ്ങിയവരാണ് ഈ സത്യാഗ്രഹം എന്ത് ചെയ്തത്? നയിച്ചത്. ദേശീയ ശ്രദ്ധ ആകർഷിച്ച വൈക്കം സത്യാഗ്രഹം മഹാത്മാഗാന്ധിയുടെ മധ്യസ്ഥതയിലാണ് അവസാനിപ്പിച്ചത്. ഇനി 1925 മാർച്ച് 23 ക്ഷേത്രത്തിന്റെ 3 വശങ്ങളിൽ കൂടിയുള്ള റോഡുകൾ കിഴക്കേ നടയിലേക്കുള്ള 2 പാതകൾ ഒഴികെ ഹിന്ദു മതത്തിലെ എല്ലാ വിഭാഗക്കാർക്കും വേണ്ടി തുറന്നു കൊടുത്തു. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ?
ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് സവർണ ജാഥ എന്ന് പറയുന്നത്. വൈക്കം സത്യാഗ്രഹത്തോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്ത് ജാഥ സംഘടിപ്പിച്ചു. ഈ ജാഥയാണ് നമ്മൾ എന്ത് സവർണ ജാഥ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേടാ? അടുത്ത ചോദ്യം, ആധുനിക കാലത്തെ മഹാ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏതിനെയാണ്? പാലിയം സത്യാഗ്രഹം, മേൽമുണ്ട് സമരം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്ര പ്രവേശന വിളംബരം. ഏതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി, ക്ഷേത്ര പ്രവേശന വിളംബരമാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി അതും നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നോക്കിക്കേടാ, ആധുനിക കാലത്തെ മഹാ അത്ഭുതം എന്ന ഹെഡിങ്ങോട് കൂടി തന്നെ ഉണ്ട് അല്ലെ? നോക്കിക്കേ, 1936 നവംബർ 12 തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിപ്പിച്ചു. അപ്പൊ ഏത് രാജാവാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിപ്പിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം ഏതാണ്? ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവാണ്. അത് ഏതാണ് വർഷം? 1936 നവംബർ 12 ഇനി ഇതിലൂടെ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങൾ എന്ത് ചെയ്തു? എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്തു? തുറന്ന് കൊടുത്തു. ഗാന്ധിജി ഈ വിളംബരത്തെ എന്ത് വിളിച്ചു? ആധുനിക കാലത്തെ മഹാത്ഭുതം. കൃത്യമായിട്ടുണ്ടല്ലേ, ആ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട്. ഗാന്ധിജി എന്ത് വിളിച്ചു? ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിളിച്ചു. നമ്മൾ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിയില്ലേ? അപ്പോൾ ഇത് നമുക്ക് ഏത് ചാപ്റ്റർ ആണ്? ദേശീയ പ്രസ്ഥാനവും കേരളവും. നമ്മൾ കുറച്ച് മുന്നേ കണ്ട ക്വസ്റ്റ്യനിലും ഈ സെയിം ചാപ്റ്റർ തന്നെയായിരുന്നു ദേശീയ പ്രസ്ഥാനവും കേരളവും. അതിൽ തന്നെയാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരവും ഉള്ളത്. അപ്പോൾ അടുത്തടുത്ത ക്വസ്റ്റ്യൻസ് എന്താണ് ആ ഒരു ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹിക പരിഷ്കർത്താവ്. വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണല്ലേ. ആരാണെടാ? നമ്മുടെ അയ്യങ്കാളിയാണ്. ആരാണ് ഉത്തരമായിട്ട് വരുന്നത്? ആരാണ്? അയ്യങ്കാളി. ഓപ്ഷൻ സി, അയ്യങ്കാളിയാണ് നമ്മുടെ ഉത്തരം. വില്ലുവണ്ടി യാത്ര എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആരാണ്? അയ്യങ്കാളിയാണ് അല്ലേ? സോഴ്സ് ഏതാണ്? നമ്മുടെ സോഷ്യൽ സയൻസ് പാർട്ട് 2 ചാപ്റ്റർ 8 ദേശീയ പ്രസ്ഥാനവും കേരളവും എന്നുള്ള ചാപ്റ്റർ ആണ് നമ്മൾ എന്ത് ചെയ്തത്? തൊട്ട് മുന്നേ കൂടെ കണ്ടതല്ലേ. അപ്പോൾ ആ ചാപ്റ്ററിൽ തന്നെ നമുക്ക് ഇതിന്റെ ഉത്തരവും എന്ത് ചെയ്യുന്നുണ്ട്? ലഭിക്കും. നോക്കിക്കേ, നമ്മുടെ ദേശീയ പ്രസ്ഥാനവും കേരളവും ആ സെയിം ചാപ്റ്ററിൽ തന്നെ ഇതിന്റെ ഉത്തരവും നമുക്ക് ലഭിക്കും. ഏതാണ്? അയ്യങ്കാളി അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കും ആത്മാഭിമാനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി പോരാടി വില്ലുവണ്ടി സമരം, ഇവിടെ കിടപ്പുണ്ട്. എന്താണ്? വില്ലുവണ്ടി സമരം, കല്ലുമാല സമരം എന്നിവ അദ്ദേഹം നേതൃത്വം നൽകിയ പ്രധാന സമരങ്ങളായിരുന്നു. ഇനി അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസ്ഥാനത്തിന്റെ പേരെന്തായിരുന്നു? സതുജന പരിപാലന സംഘം. ഓക്കെ അല്ലേ? വില്ലുവണ്ടി യാത്ര എന്ന് കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വരിക സഹന സമര സമയമായി. ഈ സമരഗാനം ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹം, പുന്നപ്ര വയലാർ സമരം. ഏതാണടാ? ഓപ്ഷൻ സി, ഉപ്പ് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാണ് വരിക സഹചര്യ വരുന്നത്. ഇനി 71ാമത് ഏതാണ്? 71ാമത് നോട്ട് 71ാമതാണ് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിന് മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തത്. നമുക്കറിയാം ഓരോ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലിപ്പോൾ ചോദിച്ചിരിക്കുന്നത് 71ാമതാണ്. നിങ്ങൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക? ആ ഓരോ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇതിപ്പോൾ 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ്. ഓക്കെ, അതിലേതാണ് മികച്ച മലയാള സിനിമയെ തിരഞ്ഞെടുത്ത ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആടുജീവിതം, കാതൽ ദി കോറുണ്ട്, ചാവേറുണ്ട്, ഉള്ളൊഴുക്കുണ്ട്. ഏതാണ്? ഓപ്ഷൻ ഡി, ഉള്ളൊഴുക്കാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഏതാണ്? ഓപ്ഷൻ ഡി, ഉള്ളൊഴുക്കാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി ആ ഒരു 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ ബാക്കിയുള്ള പുരസ്കാരങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. മികച്ച മലയാള ചിത്രം ഏതായിരുന്നു? ഉള്ളൊഴുക്കായിരുന്നു. സംവിധാനം ക്രിസ്റ്റോ ടോമി. മികച്ച സഹനടൻ ആരായിരുന്നു? വിജയരാഘവൻ പൂക്കാലമായിരുന്നു. മികച്ച സഹനടി ഉർവശി, ഉള്ളൊഴുക്ക്. മികച്ച എഡിറ്റിംഗ് മിഥുൻ മുരളി, പൂക്കാലം ആയിരുന്നു ലഭിച്ചത്. മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ മോഹൻദാസ്. എന്താ 2018 എവ്രിവൺ ഈസ് എ ഹീറോ. നോൺ ഫീച്ചർ പ്രത്യേക പരാമർശം ലഭിച്ചത് ആർക്കായിരുന്നു? നേക്കൽ ക്രോണിക്കിൾ ഓഫ് ദി പാഡിമാൻ. സംവിധാനം ആൻഡ് നിർമ്മാണം MK രാമദാസ് ആയിരുന്നു. അപ്പോൾ ഇത്രയും ജസ്റ്റ് നമ്മുടെ 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ ലഭിച്ച അവാർഡുകളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം. 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത്. 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത് ആരായിരുന്നു? ദിവ്യ ദേശ്മുഖ് ആയിരുന്നു. ആരാണ്? ഓപ്ഷൻ സി, ദിവ്യ ദേശ്മുഖ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ നിർണ്ണയിച്ച കമ്മീഷന്റെ തലവൻ ആരായിരുന്നു എന്നാണ് നമ്മുടെ ചോദ്യം. നമ്മുടെ ഉത്തരം ഏതാണ്? സർ സിറിൽ റാഡ്ക്ലിഫ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഏതാണ്? സർ സിറിൽ റാഡ്ക്ലിഫ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം വഴി ഇന്ത്യൻ യൂണിയൻ കെട്ടിപ്പടുത്താൻ സംഭാവന നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനി ആരെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം വഴി ഇന്ത്യൻ യൂണിയൻ കെട്ടിപ്പടുത്താൻ സംഭാവന നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? അത് നമ്മുടെ എന്താണ്? ഓപ്ഷൻ ബി, സർദാർ വല്ലഭായ് പട്ടേൽ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ആരാണ്? ഓപ്ഷൻ ബി, സർദാർ
വല്ലഭായ് പട്ടേലാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, പഹൽഗ്രാം ഭീകര ആക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേര് എന്താണ്? വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ് അല്ലേ? ഏതായിരുന്നു ആ സൈനിക നടപടിയുടെ പേര്? ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ, ഓപ്പറേഷൻ വിജയണ്ട, ഓപ്പറേഷൻ ബൂസ്റ്റർ, ഓപ്പറേഷൻ സിന്ദൂർ. ഏതായിരുന്നു? ഓപ്പറേഷൻ സിന്ദൂർ ആണല്ലേ ഉത്തരമായിട്ട് വരുന്നത്. ഇനി 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം, 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ജേതാക്കളായ രാജ്യം ഏതായിരുന്നു? ഒരു സംശയം വേണ്ട, ഓപ്ഷൻ എ ഇന്ത്യ ആയിരുന്നു അല്ലേ? ഓപ്ഷൻ എ ഇന്ത്യ ആണ്. ഏഷ്യ കപ്പ് 2025 അതിൽ ക്രിക്കറ്റിൽ എന്താണ് ജേതാക്കളായിട്ടുള്ള രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ ആയിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം, ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാലയുടെ നിർമ്മാണത്തിൽ സഹായിച്ച വിദേശ രാജ്യം. ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാലയുടെ നിർമ്മാണത്തിൽ സഹായിച്ച വിദേശ രാജ്യം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അമേരിക്ക, ജർമ്മനി, സോവിയറ്റ് യൂണിയൻ, ബ്രിട്ടൻ ഒക്കെ നമ്മുടെ ഓപ്ഷൻസിലുണ്ട്. ഇതിൽ ഏതാണ്, ആരാണ് നമ്മുടെ ഈ ഒരു ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാലയുടെ നിർമ്മാണത്തിൽ സഹായിച്ചത് ആരായിരുന്നു എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ഉത്തരം നമുക്ക് SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ലഭിക്കും. 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാർട്ട് 2 ചാപ്റ്റർ 7 സ്വാതന്ത്ര്യ ഇന്ത്യയുടെ വർത്തമാനം എന്നൊരു ചാപ്റ്റർ ഉണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് ഇതിന്റെ ഉത്തരം എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. നോക്കിക്കേ, ടേബിൾ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയുണ്ട്. സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷയാണ്. സഹായം നൽകിയ രാജ്യം ഏതാണ്? ജർമ്മനിയാണ്. ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാലയുണ്ട്. ഛത്തീസ്ഗഡ് ആണ്. ആരാണ് സഹായം നൽകിയത്? സോവിയറ്റ് യൂണിയൻ ആണ്. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാലയുടെ നിർമ്മാണത്തിൽ സഹായിച്ച വിദേശ രാജ്യം. ഓപ്ഷൻ നമുക്ക് ഉത്തരം കിട്ടി. ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ ആണെന്ന് ഇവിടെ കൃത്യമായിട്ട് SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയുന്നുണ്ട് അല്ലേ? ഇനി ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായശാല പശ്ചിമ ബംഗാളാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി സഹായം നൽകിയ രാജ്യം യുണൈറ്റഡ് കിങ്ഡം ആണ്. ഇനി എന്താണ്? ബൊക്കാറോ ഇരുമ്പുരുക്ക് വ്യവസായശാല ജാർഖണ്ഡ് ആണ്. ആരാണ് സഹായിച്ചത്? അതും സോവിയറ്റ് യൂണിയൻ ആണ്. സോവിയറ്റ് യൂണിയൻ തന്നെയാണ് ബൊക്കാറോ ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് വേണ്ടി എന്ത് ചെയ്തത്? സഹായിച്ചത്. ഇനി ഇതേ ചോദ്യം പേപ്പറിൽ വീണ്ടും ഈ ഒരു ഭാഗത്ത് നിന്ന് വീണ്ടും ചോദ്യം വരുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതായത് ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ 2 ക്വസ്റ്റ്യൻ ഈ ഒരു ചോദ്യപേപ്പറിൽ ചോദിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ, ജവഹർലാൽ നെഹ്റു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ആരാണ്? ഡോക്ടർ BR അംബേദ്കറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് പറയുന്നത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെൽ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഡെക്കാൻ പീഠഭൂമി, ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, തീരസമതലങ്ങൾ. ഏതാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെൽ എന്നറിയപ്പെടുന്നത്? ഏതാണ്? ഉത്തര മഹാസമതലമാണ് ഉത്തരമായിട്ട് വരുന്നത്. ഏതാണ്? ഉത്തര മഹാസമതലം. ഓക്കെ അല്ലേ? ഉത്തര മഹാസമതലം. അടുത്ത ചോദ്യം, തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? ഏത് മൺസൂണിൽ നിന്നാണ് തമിഴ്നാട്ടിൽ എന്ത് ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്? തെക്ക് കിഴക്കൻ മൺസൂൺ ആണോ, വടക്ക് കിഴക്കൻ മൺസൂൺ ആണോ, വടക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണോ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണോ? ഏത് മൺസൂണിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഈ ഒരു തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏതാണ്? വടക്ക് കിഴക്കൻ മൺസൂൺ ആണ്. ഉത്തരം ഏതാണ്? വടക്ക് കിഴക്കൻ. ഓപ്ഷൻ ബി വടക്ക് കിഴക്കൻ മൺസൂൺ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ്? ഹൈദരാബാദിലാണ്. ഓപ്ഷൻ എ ഹൈദരാബാദ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, അതിന് മുന്നേ നമ്മുടെ ഈ ഒരു ഓപ്പൺ റോക്ക് മ്യൂസിയം അതിന്റെ ഉദ്ഘാടനം നടന്നത് 2022 ജനുവരി 6-നായിരുന്നു. ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ആണ് ഉദ്ഘാടനം ചെയ്തത്. സ്ഥലം എവിടെയാണ്? ഹൈദരാബാദിലെ CSIR നാഷണൽ ജിയോഗ്രഫിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ക്യാമ്പസിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന പ്രദേശം ഏത്? പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന പ്രദേശം ഏതാണ്? ആനമലൈ കുന്നുകളുണ്ട്, പളനി കുന്നുകളുണ്ട്, കാർഡമം കുന്നുകളുണ്ട്, നീലഗിരി കുന്നുകളുണ്ട്. എവിടെയാണ്? ഓപ്ഷൻ ഡി നീലഗിരി കുന്നുകളാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന പ്രദേശം. അടുത്ത്, യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ 2022 ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത നൃത്തരൂപം ഗർഭ ഏത് സംസ്ഥാനത്തിന്റെ നിന്നാണ്? ഏത് സംസ്ഥാനത്തിൽ നിന്നാണ് ഈ പറയുന്ന ഗർഭ എന്ന് പറയുന്നത്? 2022 ഇന്ത്യ നമ്മുടെ യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത എന്താണ്? ഗർഭ ഏത് സംസ്ഥാനത്തിൽ നിന്നാണ്? ഓപ്ഷൻ സി ഗുജറാത്ത് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ഗുജറാത്ത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പൂക്കോട് തടാകമുണ്ട്, മാനാഞ്ചിറ തടാകമുണ്ട്, മുരിയാട് തടാകമുണ്ട്, വരാപ്പുഴയുണ്ട്. ഏതാണ്? ഓപ്ഷൻ ബി മാനാഞ്ചിറ തടാകമാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത, ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏതെന്നാണ്? വടക്ക് കിഴക്കൻ മൺസൂൺ ഉണ്ട്, അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഉണ്ട്, വടക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഉണ്ട്, തെക്ക് കിഴക്കൻ മൺസൂൺ ഉണ്ട്. ഏതാണ്? ഓപ്ഷൻ എ വടക്ക് കിഴക്കൻ മൺസൂൺ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്.
അടുത്ത ചോദ്യം, പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത, പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH7 ആണോ, NH44, NH744, NH544? പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് ഏതാണ്? NH544 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതെന്നുള്ളതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? കോഴിക്കോട്, പാലക്കാട്, വയനാട്, കാസർഗോഡാണ് നമ്മുടെ ഓപ്ഷൻസിലുള്ളത്. വയനാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി. ഏതാണ്? വയനാടാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, തന്നിരിക്കുന്നതിൽ നിന്നും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി കണ്ടെത്തുക. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി, ഇവിടെ കബനി, ഭവാനി, പമ്പാർ, പെരിയാർ ഉണ്ട്. നമുക്കറിയാം പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് ആരാണ്? പെരിയാറാണ് അല്ലേ. ബാക്കി കബനി, ഭവാനി, പമ്പാറൊക്കെ എന്താണ്? കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ്. പെരിയാറിനെ പറ്റിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കി നോക്കാം. ശങ്കരാചാര്യർ എന്താണ് പൂർണ്ണ എന്ന് പരാമർശിച്ച നദിയാണ് പെരിയാർ. പിന്നെ എന്തൊക്കെയാണ്? ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി എന്താണ്? പെരിയാറിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ആലുവാപ്പുഴ, കാലടിപ്പുഴ എന്നൊക്കെയുള്ള പേരുകളിൽ ആരറിയപ്പെടുന്നുണ്ട്? പെരിയാർ അറിയപ്പെടുന്നുണ്ട്. ഇനി പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? നമ്മുടെ ഇടുക്കി, എറണാകുളം ജില്ലകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? പെരിയാർ ഒഴുകുന്നത്. പെരിയാറിന്റെ നീളം എത്രയാണ്? 244 കിലോമീറ്റർ ആണ്. പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദി ഏതാണ്? മുല്ലയാറാണ്. പെരിയാറിലെ AD 1342 വെള്ളപ്പൊക്കത്തെ തുടർന്ന് ആ ഒരു നശിക്കാനിടയായ തുറമുഖത്തിന്റെ പേരെന്താണ്? കൊടുങ്ങല്ലൂർ തുറമുഖമാണ്. അറിയില്ലെങ്കിൽ നോട്ട് ചെയ്യുക. പെരിയാറിൽ 1924 ഉണ്ടായ വെള്ളപ്പൊക്കം, അതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? 99 വെള്ളപ്പൊക്കം എന്നാണ്. ഇനി പെരിയാറിൽ സ്ഥാപിച്ചിട്ടുള്ള ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണ്? ഇടുക്കി, പന്നിയാർ, പള്ളിവാസൽ, നേര്യമംഗലം, ചെങ്കുളം, അതുപോലെ തന്നെ ലോവർ പെരിയാർ. ഇനി പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? 41 ആണ്. അതിലാണ് നമ്മുടെ പെരിയാറും വരുന്നത് അല്ലേ. ഇനി കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? 3 ആണ്. ഇത് 3 ആൾക്കാരെയാണ് നമ്മൾ ഓപ്ഷൻസിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ആരൊക്കെയാണ്? കബനി, ഭവാനി, പമ്പാർ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേടാ? അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ലിറ്ററേറ്റ് ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ ജില്ല ഏതെന്നാണ്? ലിറ്ററേറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യ ലിറ്ററേറ്റ് ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ ലിറ്ററേറ്റ് ജില്ല ഏതാണ്? മലപ്പുറമാണ്. ഓപ്ഷൻ ബി മലപ്പുറമാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി കേരളത്തിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി മുണ്ടക്കയത്ത് ആരംഭിച്ചത് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. PJ തോമസ് ഉണ്ട്, PJ ജോസഫ് ഉണ്ട്, ജേക്കബ് ജോസഫ് മർഫി ഉണ്ട്, ജോൺ ജോസഫ് മർഫി ഉണ്ട്. ആ ഒരു പേരുകളിൽ തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് അല്ലേ. PJ ജോസഫ്, PJ തോമസ്, അതുപോലെ ജോൺ ജോസഫ് മർഫി, ജേക്കബ് ജോസഫ് മർഫി. നമ്മളെ കൺഫ്യൂഷനിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പേരുകളിൽ തന്നെ ഒരു കൺഫ്യൂഷനിൽ അങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഏതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്? കേരളത്തിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി മുണ്ടക്കയത്ത് ആരംഭിച്ചത് ആരാണ്? നമ്മുടെ ജോൺ ജോസഫ് മർഫിയാണ് ഉത്തരമായിട്ട് വരുന്നത്. ആരാണ്? ജോൺ ജോസഫ് മർഫി. ഓക്കെ, അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏതാണ്? ചിന്നാർ, തട്ടേക്കാട്, മംഗളവനം, കുമരകം ഒക്കെ നമ്മുടെ ഓപ്ഷൻസിലുണ്ട്. നമുക്കറിയാം മംഗളവനമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം. ഏതാണ്? ഇനി സലിം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? അത് തട്ടേക്കാടാണ് അല്ലേ. അപ്പോൾ മംഗളവനമാണ് ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം എന്ന് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ നമുക്കറിയാം? കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമാണ് മംഗളവനം എന്ന് പറയുന്നത്. കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേ ഒരു പക്ഷി സങ്കേതമാണ്. എന്താണ്? കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേ ഒരു പക്ഷി സങ്കേതമാണ്. കൊച്ചിയുടെ ശ്വാസകോശം എന്ന പേരിലും ആരറിയപ്പെടുന്നു? ഈ പറയുന്ന നമ്മുടെ ഒരു കേരളത്തിലെ ഒരു മംഗളവനം എന്നുള്ള പക്ഷി സങ്കേതം അറിയപ്പെടുന്നു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേടാ? അടുത്ത ചോദ്യം, ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ലിംഗാനുപാതം ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? നമ്മുടെ ഇടുക്കിയാണ്. ഓപ്ഷൻ ഡി ഇടുക്കിയാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം ഏതാണ്? ചോലവനങ്ങൾ, ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ, ഉഷ്ണമേഖല മഴക്കാടുകൾ, കണ്ടൽ വനങ്ങൾ. ഇത്രയാണ് നമ്മുടെ ഓപ്ഷൻസിലുള്ളത്. ഉത്തരം ഏതാണ്? ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാണ് നമ്മുടെ കേരളത്തിൽ എന്ത് ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, തീരദേശം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല. കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ തീരദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഓപ്ഷൻ എ കണ്ണൂരിലാണ്. ഓപ്ഷൻ എ കണ്ണൂരാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി കേരളത്തിലെ ഹെൽത്ത് ATM ആദ്യമായി നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ്? ഏത് ജില്ലയിലാണ് കേരളത്തിലെ ഹെൽത്ത് ATM ആദ്യമായിട്ട് നിലവിൽ വന്നതെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ഡി എറണാകുളമാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഏതാണ്? ഓപ്ഷൻ ഡി എറണാകുളമാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിന്റെ പേര്. നമുക്ക് ഏറ്റവും അറിയാവുന്ന ചോദ്യമാണ് അല്ലേ. ചന്ദ്രയാൻ ആയിരുന്നോ? അല്ല. ഗഗൻയാൻ, മംഗൾയാൻ, ആദിത്യ L1. ഇത് നമുക്കറിയാം ഉത്തരം ഏതാണ്? ഗഗൻയാനാണ് ഉത്തരമായിട്ട് വരുന്നത്. മനുഷ്യനെ എന്താണ് ആ ഒരു ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിന്റെ പേരെന്താണ്? ഗഗൻയാനാണ്. ഇനി ഏത് മഹാരാജാവിന്റെ ഭരണകാലയളവിലാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിച്ചത്?
ഏത് മഹാരാജാവിന്റെ കാലയളവിലാണ് നമ്മുടെ തിരുവിതാംകൂറിൽ എന്താണ് ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? സ്വാതി തിരുനാൾ മഹാരാജാവുണ്ട്, ഉത്രം തിരുനാൾ മഹാരാജാവുണ്ട്, ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവുണ്ട്, അതുപോലെ തന്നെ ശ്രീമൂലം തിരുനാൾ മഹാരാജാവുണ്ട്. ആരുടെ കാലത്താണ്? സ്വാതി തിരുനാൾ മഹാരാജാവ്. ഇമ്പോർട്ടൻറ്റ്, സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ കാലയളവിലാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല എന്ത് ചെയ്യുന്നത്? സ്ഥാപിക്കപ്പെടുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേടാ? അടുത്ത ചോദ്യം, സോവിയറ്റ് യൂണിയന്റെ സാങ്കേതിക സഹായത്താൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ. ഞാൻ നേരത്തെ ഒരു ചോദ്യം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതേ സെയിം ഭാഗത്ത് നിന്ന് വേറൊരു ചോദ്യം കൂടി ഇതേ ചോദ്യ പേപ്പറിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാല, നമ്മൾ സോവിയറ്റ് യൂണിയൻ എന്നൊരു ക്വസ്റ്റ്യൻ നമ്മൾ കുറച്ച് മുന്നേ നോക്കിയിട്ട് വന്നതേ ഉള്ളൂ. ആ സെയിം ഭാഗത്ത് നിന്ന് തന്നെ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. ചോദിച്ചിരിക്കുന്നത് എന്താണ്? സോവിയറ്റ് യൂണിയന്റെ, നേരെ തിരിച്ച് ചോദിച്ചിരിക്കുകയാണ്, സോവിയറ്റ് യൂണിയന്റെ സാങ്കേതിക സഹായത്താൽ നിർമ്മിച്ച ഇന്ത്യൻ, നേരത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയുടെ പേര് തന്നിട്ട് അതിന് സഹായിച്ച രാജ്യം ഏതെന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞിട്ട് സോവിയറ്റ് യൂണിയൻ സഹായിച്ച ആൾക്കാർ ആരൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഭിലായ് ഉണ്ടെന്ന് നമുക്കറിയാം. ബാക്കി ഇനി ഒരാളും കൂടെ ഉണ്ട്, ഞാൻ നേരത്തെ വായിച്ചപ്പോൾ അത് വായിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടെ ഒന്ന് നോക്കി നോക്കാം. ആരാണ് സോവിയറ്റ് യൂണിയന്റെ സഹായത്താൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ? നോക്കിക്കേ, സോഷ്യൽ സയൻസ് പാർട്ട് 2 ചാപ്റ്റർ 7 സ്വാതന്ത്ര്യ ഇന്ത്യയുടെ വർത്തമാനം എന്നുള്ള ചാപ്റ്ററിനകത്ത് ഞാൻ പറഞ്ഞു, ഈ ടേബിളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ ഉത്തരം. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല ഒഡീഷ ജർമ്മനി, ഭിലായ് ഇരുമ്പുരുക്ക് ഛത്തീസ്ഗഡ് സോവിയറ്റ് യൂണിയൻ. എന്താ കിട്ടി? ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായ എന്താണ്? സോവിയറ്റ് യൂണിയൻ ആണെന്ന് കിട്ടി. അതുപോലെ തന്നെ ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായശാല യുണൈറ്റഡ് കിങ്ഡം ആണ്. ബൊക്കോറോ ഇരുമ്പുരുക്ക് വ്യവസായശാല എവിടെയാണ്? സോവിയറ്റ്. അപ്പോൾ ഈ രണ്ട് ആൾക്കാരാണ് സോവിയറ്റ് യൂണിയൻ നമ്മുടെ ഹെൽപ്പ് ചെയ്തത് അല്ലേ? ഏതൊക്കെയായിരുന്നു? ഭിലായും അതുപോലെ തന്നെ ബൊക്കാറയും. അപ്പം നമ്മുടെ ഉത്തരം ഏതാണ്? ഭിലായും ബൊക്കാറയും. ഏതാണ്? അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ രണ്ടും വരുന്നത്? ഭിലായ് ആൻഡ് ബൊക്കാറോ, 2ഉം 4ഉം അല്ലേ? 2ഉം 4ഉം വരുന്ന ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഏതാണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ആരെല്ലാമായിരുന്നു 1953 കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംസ്ഥാന പുനർസംഘടനാ കമ്മീഷന്റെ അംഗങ്ങൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസൽ അലി, സർദാർ KM പണിക്കർ, പട്ടാഭി സീതാരാമയ്യ, അതുപോലെ തന്നെ HN കുൻസ്രു, ഫസൽ അലി, സർദാർ വല്ലഭായ് പട്ടേൽ ഉണ്ട്. അതുപോലെ തന്നെ സർദാർ KM പണിക്കർ, പട്ടാഭി സീതാരാമയ്യ, പിന്നെന്താണ്? സർദാർ വല്ലഭായ് പട്ടേൽ ഉണ്ട്. ഫസൽ അലി, സർദാർ KM പണിക്കർ, HN കുൻസ്രു ഉണ്ട്. ഏതാണെടാ? ഫസൽ അലി, സർദാർ KM പണിക്കർ, HN കുൻസ്രു ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി ഇതിനെ പറ്റിയിട്ടും ക്ലിയർ ആയിട്ട് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്സിനകത്ത് പറയുന്നുണ്ട്. സോഴ്സ് എന്താണ്? 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാർട്ട് 2 ചാപ്റ്റർ 7 സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം, ആ സെയിം ചാപ്റ്ററിൽ തന്നെ കൃത്യമായിട്ട് ഇതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. നമുക്ക് പെട്ടെന്നൊന്ന് വായിച്ചു നോക്കി നോക്കാം. ഭാഷ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ പുനർസംഘടന എന്താണ്? ഇന്ത്യയിലെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളും ഭാഷയുടെ അടിസ്ഥാനത്തിൽ പുനർസംഘടന ചെയ്തതിനെ പറ്റിയിട്ടൊക്കെ നമുക്കറിയാം. അതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ നമ്മുടെ ഉത്തരം കിട്ടും. എന്താണ്? ജസ്റ്റിസ് ഫസൽ അലിയുടെ നേതൃത്വത്തിൽ സർദാർ KM പണിക്കർ, HN കുൻസ്രു എന്നിവരെ ഉൾപ്പെടുത്തി സംസ്ഥാന പുനർസംഘടനാ കമ്മീഷനെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓർഗനൈസേഷൻ കമ്മീഷൻ 1953 കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു? നിയോഗിച്ചു. നമ്മുടെ ഉത്തരം കിട്ടിയില്ലേ? നമ്മുടെ കൃത്യമായിട്ടുള്ള ഉത്തരം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. ഇനി 1956 സംസ്ഥാന പുനർസംഘടനാ ബില്ല് പാർലമെന്റ് പാസാക്കിയ അടിസ്ഥാനത്തിൽ 1956 നവംബർ 1 14 ഭാഷാ സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും എന്ത് ചെയ്തു? രൂപീകൃതം ആയി. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, സന്തോഷ് ട്രോഫി ഏത് കായിക മത്സരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് കായിക മത്സരവുമായിട്ടാണ് സന്തോഷ് ട്രോഫി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏതാണ്? ഓപ്ഷൻ എ ഫുട്ബോൾ ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത, ആർക്കാണ് 2025 സമാധാനത്തിലുള്ള നൊബേൽ സമ്മാന പുരസ്കാരം ലഭിച്ചത്? ആർക്കാണ് 2025 സമാധാനത്തിലുള്ള നൊബേൽ സമ്മാന പുരസ്കാരം ലഭിച്ചതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആർക്കാണ്? ഡൊണാൾഡ് ട്രംപ് ഉണ്ട്, പിന്നെന്താണ്? വ്ളാഡിമിർ സെലൻസ്കി ഉണ്ട്, പിന്നെന്താണ്? അന്റോണിയോ ഗുട്ടർസ് ഉണ്ട്, മറിയ കൊറീന ഉണ്ട്. ഏതാണ്? മറിയ കൊറീനയാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ജഗദീപ് ധൻകർ ആണോ? വെങ്കയ്യ നായിഡു ആണോ? CP രാധാകൃഷ്ണൻ ആണോ? ജസ്റ്റിസ് സുദർശൻ റെഡ്ഡി ആണോ? ആരാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി? ആരാണടാ? CP രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ എന്ത്? ഉപരാഷ്ട്രപതി. ആരാണ്? CP രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ എന്ത്? ഉപരാഷ്ട്രപതി. അടുത്ത്, ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളികളാണ്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളികളാണ് നമ്മളോട് ചോദിച്ചിരുന്നത്. മലയാളികൾ ആരൊക്കെയായിരുന്നു കിട്ടിയത്? മോഹൻലാലിനുണ്ടെന്ന് നമുക്കറിയാം. പിന്നെ ആരാണ്? അടൂർ ഗോപാലകൃഷ്ണൻ. അപ്പോൾ മോഹൻലാലിനും അടൂർ ഗോപാലകൃഷ്ണനുമാണ് ഇത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളികൾ എന്ന് പറയുന്നത്. ഇനി 2028 ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണ്? ലോസ് ഏഞ്ചലസ്, ന്യൂഡൽഹി, ലണ്ടൻ, ടോക്കിയോ ഒക്കെ നമ്മുടെ ഓപ്ഷൻസിലുണ്ട്. ഏതാണ്? ലോസ് ഏഞ്ചലസ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം,
തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹം വാതകം ഏത്? ഈ ഹരിതഗൃഹം വാതകം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം മീഥേൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഏതാണ്? മീഥേൻ ആണ്. അതുപോലെ ഹീലിയം, നൈട്രജൻ, നിയോൺ ഒന്നും എന്തല്ല, ഹരിതഗൃഹ വാതകങ്ങൾ അല്ല. ഇനി ക്ഷീണിതനും വിളറിയ മുഖത്തോടും കൂടി കാണപ്പെടുന്ന രാജുവിന്റെ രക്തപരിശോധനയിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞതായിട്ട് എന്ത് ചെയ്തു? കാണപ്പെടുന്നു. താഴെ പറയുന്നതിൽ ഏത് ഭക്ഷണക്രമമായിരിക്കും രാജുവിന് അനുയോജ്യമായത്? അപ്പൊ നമുക്കറിയാം, നമുക്ക് ആ രക്തത്തിൽ നമ്മുടെ ഹീമോഗ്ലോബിനൊക്കെ കുറവുണ്ടെങ്കിൽ നമ്മൾ എന്തടങ്ങിയ ആഹാരമാണ് കഴിക്കേണ്ടത്? നമ്മൾ ഇരുമ്പടങ്ങിയ ഇലക്കറികളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കഴിക്കേണ്ടത്. ഇരുമ്പടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുമ്പോഴാണ് നമുക്ക് ആ രക്തം ഊറാൻ വേണ്ടി ഇരുമ്പടങ്ങിയ ആഹാരം കഴിക്കുകയാണെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഹീമോഗ്ലോബിന്റെ കണ്ടന്റ് ഒക്കെ നമുക്ക് കൂടണമെങ്കിൽ നമ്മൾ എന്തടങ്ങിയ ആഹാരം കഴിക്കണം? ഇരുമ്പടങ്ങിയ ആഹാരം നമ്മൾ കഴിക്കണം. ഇനി പയറിന്റെ സങ്കര ഇനങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. ശരിയായ ജോഡി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജ്യോതിക, ഭാഗ്യലക്ഷ്മി, പവിത്ര, സൽകീർത്തി, ഉജ്ജ്വല, ചന്ദ്രശങ്കര. സൽകീർത്തി, ജ്വാലാമുഖിയാണ് നമ്മുടെ ഓപ്ഷൻസിലുള്ളത്. ഉത്തരം ഏതാണ്? ജ്യോതിക, ഭാഗ്യലക്ഷ്മിയാണ് പയറിന്റെ സങ്കര ഇനങ്ങൾ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, ഇടത് വെൻട്രിക്കിളിന്റെ ഭിത്തിക്ക് നമുക്ക് രണ്ട് പ്രസ്താവനകളും ഒരു പ്രസ്താവനയും അതിന്റെ കാരണവും തന്നിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം. ഇടത് വെൻട്രിക്കിളിന്റെ ഭിത്തിക്ക് വലത് വെൻട്രിക്കിളിനേക്കാൾ കട്ടി കൂടുതലാണ്. കറക്റ്റ് ആണ് അല്ലേ? ഇടത് നമ്മുടെ ഹാർട്ടിൽ, ഹൃദയത്തിൽ എന്താണ്? ഇടത് വെൻട്രിക്കിളിന്റെ ഭിത്തിക്ക് എന്താണ്? വലത് വെൻട്രിക്കിളിനെക്കാളും എന്താണ്? കട്ടി കുറവാണ്. ഇനി ഇതിന്റെ കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇടത് വെൻട്രിക്കിൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രക്തം സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അതെന്താണ്? തെറ്റാണ്. അപ്പൊ നമ്മുടെ ഉത്തരം ഏത് വരും? പ്രസ്താവന ശരിയാണ്, നല്ലതാണ്. കാരണം, അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ കാരണം എന്താണ്? തെറ്റാണെന്നുള്ളതാണ്. അടുത്ത ചോദ്യം, സാമൂഹിക വനവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. സാമൂഹിക വനവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? വനവിഭവങ്ങൾ അമിതമായി ഉപയോഗിക്കുക ആണോ? വനവിഭവങ്ങൾ അമിതമായി ഉപയോഗിക്കുക എന്നുള്ളത് സാമൂഹിക വനവൽക്കരണവുമായി ബന്ധപ്പെട്ട് വരുന്നതാണോ? അല്ല. ഇനി അടുത്ത് നോക്കിക്കേ, സുസ്ഥിര വനപരിപാലനത്തിലൂടെ പ്രാദേശിക ഉപജീവനത്തെ മെച്ചപ്പെടുത്തുക, അത് വരുന്നതാണ് അല്ലേ? ഇനി അതുപോലെ തന്നെ വനസംരക്ഷണത്തിൽ സമൂഹത്തിന്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക, അതും ശരിയാണ്. ഇനി വ്യവസായ ലോഗിംഗ് പ്രോത്സാഹിപ്പിക്കുക, അതും എന്താണ്? തെറ്റാണ്. അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണ്? 2, 3 എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. പ്രസ്താവന 2, 3 ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരായിരുന്നു? ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതൻ ആരായിരുന്നു? BR ഗവായ് ആണ് ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായിട്ട് നിയമിതനായത്. ഇനി കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടത്തി വിവിധ അർബുദങ്ങളെക്കുറിച്ചുള്ള പ്രാരംഭ കണ്ടെത്തലിനും അവബോധത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചരണ പരിപാടി ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ആ പ്രചരണ പരിപാടിയുടെ പേര്? എന്താണ്? ആരോഗ്യം ആനന്ദം. എന്താണ്? ആരോഗ്യം ആനന്ദം എന്നുള്ളതാണ്. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടത്തി വിവിധ അർബുദങ്ങളെ പറ്റിയിട്ടുള്ള പ്രാരംഭ കണ്ടെത്തൽ എങ്ങനെ കണ്ടെത്തും എന്നുള്ളത്, അല്ലെങ്കിൽ അവബോധം, അതിൻ്റെയൊക്കെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള പ്രചരണ പരിപാടിയുടെ പേരെന്താണ്? ആരോഗ്യം ആനന്ദം. അടുത്ത ചോദ്യം, ശരിയായ പ്രസ്താവന ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. കടൽക്കാറ്റ് കരക്കാറ്റ് കരയിലേക്ക് വീശുന്നു, കടൽക്കാറ്റ് കടലിലേക്ക് വീശുന്നു, കടൽക്കാറ്റ് രാത്രി സമയത്ത് വീശുന്നു, കടൽക്കാറ്റ് പകൽ സമയത്ത് വീശുന്നു. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? കടൽക്കാറ്റ് എന്ത് ചെയ്യുന്നു? പകൽ സമയത്ത് വീശുന്നു എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഏതാണ്? കടൽക്കാറ്റ് പകൽ സമയത്താണ് വീശുന്നത്. കറക്റ്റ് അല്ലേ? ഇനി ആവർത്തന പ്രതിപദനം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണം ഏതെന്നാണ്? ഏതാണ് ആവർത്തന പ്രതിപദനം ഉപയോഗപ്പെടുന്ന ഉപകരണം? ഏതാണ്? നമ്മുടെ ഓപ്ഷൻസിൽ പെരിസ്കോപ്പ് ഉണ്ട്, അതുപോലെ തന്നെ കാലിഡോസ്കോപ്പ് ഉണ്ട്. ഇവയൊന്നുമല്ല, ഇങ്ങനെ ഓപ്ഷൻസ് ആണുള്ളത്. നമുക്കറിയാം ആവർത്തന പ്രതിപദനം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണം ഏതാണ്? രണ്ടും വരും അല്ലേ? കാലിഡോസ്കോപ്പും വരും, പെരിസ്കോപ്പും വരും. ഉത്തരം ഏതാണ്? ഇവ രണ്ടും എന്നുള്ളതാണ് നമ്മുടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? എളുപ്പമുള്ള ചോദ്യമാണ് അല്ലേ? നമ്മൾ സാധാരണ എപ്പോഴും നമ്മൾ പഠിച്ചു വെക്കുന്ന കാര്യമാണ്. ഓരോരോ ലോഹങ്ങളും അതിന്റെ അയിരുകളും നമ്മൾ കൃത്യമായിട്ട് പഠിക്കാറുണ്ട്. അലുമിനിയം എല്ലാത്തിൻ്റെ ഒന്നും നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ? അപ്പോൾ കൃത്യമായിട്ട് കലാമിന് എന്തിന്റെ അയിരാണ്? ഇരുമ്പിന്റെ ആണോ, അതുപോലെ സിങ്കിന്റെ ആണോ, ലെഡിന്റെ ആണോ, അതോ മെർക്കുറിയുടേതാണോ? ഏതിന്റെ അയിരാണ് കലാമിൻ എന്ന് പറയുന്നത്? ഇതാ നോക്കിക്കേ, ഇരുമ്പിന്റെ അയിര് ഏതൊക്കെയാണ്? ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈററ്റൈറ്റ്സ്, പിന്നെന്താണ്? സിഡറൈറ്റ്, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പിന്നെ അലുമിനിയം വരുമ്പോൾ ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, മെർക്കുറി, സിന്നബാർ ആണ്. സിങ്ക്, കലാമിൻ നമുക്ക് കിട്ടിയല്ലേ? സിങ്ക് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി സിങ്ക് ആണ് ഉത്തരമായിട്ട് വരുന്നത്. പിന്നെ ചെമ്പ് വരുമ്പോൾ മാലക്കൈറ്റ്, ചാൽക്കോ പൈറൈറ്റ്, കുപ്രൈറ്റ്, പിന്നെന്താണ്? ചാൽക്കോസൈറ്റ്, കോപ്പർ പൈററ്റീസ്. മെഗ്നീഷ്യം വരുമ്പോൾ മാഗ്നസൈറ്റ്, ഡോളമൈറ്റ്. ടിൻ വരുമ്പോൾ കാസിറ്ററൈറ്റ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതിൽ സിങ്കിന്റെ എന്താണ്? അയിരാണ് നമ്മൾ എന്ത് പറയുന്നത്? കലാമിൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? അക്വാസ്റ്റിക്സ്, ഓപ്റ്റിക്സ്, അതുപോലെ തന്നെ തെർമോഡൈനാമിക്സ്,
മെക്കാനിക്സ്. ഇത്രയാണ് ഓപ്ഷൻസിലുള്ളത്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് അക്വാസ്റ്റിക്സ് എന്നാണ്. ഓപ്ഷൻ എ അക്വാസ്റ്റിക്സ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം. ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നതെന്നാണോ, ജലം ഉൽപ്പാദിപ്പിക്കുന്നതെന്നാണോ, ലവണം ഉൽപ്പാദിപ്പിക്കുന്നതെന്നാണോ? ഇവയൊന്നുമല്ല. ഹൈഡ്രജൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ള അർത്ഥമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ അല്ലെങ്കിൽ PFBR സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ്? കേരളം, ഒറീസ, തമിഴ്നാട്, ഹരിയാന നമ്മുടെ ഓപ്ഷൻസിലുണ്ട്. നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി തമിഴ്നാടാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത്, ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം ഏതാണ്? നമ്മുടെ വിഴിഞ്ഞമാണ് കേട്ടോ. ഓപ്ഷൻ ബി നമ്മുടെ വിഴിഞ്ഞമാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായിട്ട് കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഈ ഹെൽത്ത് സഞ്ജീവനി, മൈ കെയർ ഉണ്ട്, ശൈലിയാണ്. ശൈലി ആപ്പ് നമ്മൾ ഒരു സമയത്ത് ഭയങ്കര ഇതായിരുന്നു അല്ലേ? ശൈലി ആപ്പാണ് എന്ത് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ കുറച്ച് രോഗലക്ഷണങ്ങൾ തന്നിട്ടുണ്ട്. അത് ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നമ്മളടുത്ത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, ശരീരഭാഗം പെട്ടെന്ന് കുറയുന്നു. എന്താണ്? ശരീരഭാഗം പെട്ടെന്ന് കുറയുന്നു. അതുപോലെ തന്നെ ദുർബലമായ രോഗപ്രതിരോധം, അതായത് പെട്ടെന്ന് പല പല രോഗങ്ങൾ വന്ന് പിടിപെടും അല്ലെ? ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുന്നു. അതുകൊണ്ടാണ് എന്ത് രോഗപ്രതിരോധം ഇല്ലാത്ത അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറവും പെട്ടെന്ന് രോഗങ്ങൾ വന്ന് പിടിപെടുന്നത്. ലിംഫോസൈറ്റുകളുടെ എണ്ണം ക്രമാതീതമായിട്ട് കുറയുന്നു. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിക്കാണും. വിട്ടുമാറാത്ത ക്ഷീണം, അങ്ങനെയുള്ള ആൾക്കാർ എന്താണ്? ക്ഷയമാണോ, ഡെങ്കിപ്പനിയാണോ, എയ്ഡ്സ് ആണോ, മഞ്ഞപ്പിത്തമാണോ? എയ്ഡ്സ് ആണ് അല്ലേ? എയ്ഡ്സ് ആണ് ലിംഫോസൈറ്റുകളുടെ എണ്ണം ക്രമാതീതമായിട്ട് കുറയുന്നതും ശരീരഭാഗം പെട്ടെന്ന് കുറയുക, ദുർബലമായിട്ടുള്ള രോഗപ്രതിരോധം ഒക്കെ വരുന്നത്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ ശരിയായ ജോഡി ചേർത്തിരിക്കുന്നത് കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. താഴെ കുറച്ച് ജോഡികൾ തന്നിട്ടുണ്ട്. അതിൽ ശരിയായത് ഏതൊക്കെയെന്ന് കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥി തൈമോസിൻ ആണോ? അല്ല. ആഗ്നേയ ഗ്രന്ഥി ഇൻസുലിൻ, കറക്റ്റ് ആണ് അല്ലേ? അതുപോലെ തന്നെ പൈനിയൽ ഗ്രന്ഥി മെലാറ്റോണിൻ, അതും കറക്റ്റ് ആണ്. അഡ്രിനൽ ഗ്രന്ഥി കാൽസിറ്റോണിൻ, അതും എന്താണ്? തെറ്റാണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻസ് ഏതായിരിക്കും വരുന്നത്? 2ഉം 3ഉമാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ആർദ്രം ആരോഗ്യക്ഷേമ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ കണ്ടെത്തുക എന്നുള്ളതാണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുക, സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക, സർക്കാർ ആശുപത്രികൾക്ക് എന്താണ്? രോഗി സൗഹൃദ പരിചരണം ഉറപ്പാക്കുക, നാഗരച്ചേരിയിൽ താമസിക്കുന്നവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുക. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആർദ്രം ആരോഗ്യക്ഷേമ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക എന്നുള്ളത് എന്താണ്? ആർദ്രത്തിന്റെ ഒരു ലക്ഷ്യമായിരുന്നു. പിന്നെ എന്താണ്? സർക്കാർ ആശുപത്രികൾ രോഗി സൗഹൃദ പരിചരണം ഉറപ്പാക്കുക എന്നുള്ളതും എന്താണ്? നമ്മുടെ ആർദ്രത്തിന്റെ ഒരു ലക്ഷ്യമാണ്. അപ്പൊ ഏതാണ് ഉത്തരം വരുന്നത്? 2ഉം 3ഉമാണ് ഉത്തരം വരുന്നത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായ ജോഡി. ഇവിടെയും കുറച്ച് ജോഡികൾ തന്നിട്ടുണ്ട്. അതിൽ ശരിയായിട്ടുള്ള ജോഡി കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതിൽ വിറ്റമിൻ B12 കണ എന്ന് തന്നിട്ടുണ്ട്, വിറ്റമിൻ സി നിശാന്തത എന്ന് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വിറ്റമിൻ B3 പെല്ലാഗ്ര എന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്താണ് തന്നിരിക്കുന്നത്? വിറ്റമിൻ ഡി സ്കർവീൻ തന്നിട്ടുണ്ട് അല്ലേ? നമ്മുടെ 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ആഹാരത്തിലൂടെ ആരോഗ്യം എന്നുള്ളൊരു ചാപ്റ്റർ ഉണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ വിറ്റാമിൻ എ നിശാന്തതയായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. പക്ഷേ ഇവിടെ വിറ്റാമിൻ സി നിശാന്തതയായിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് എന്തായാലും എന്താണ്? തെറ്റാണ് അല്ലേ? നിശാന്തത എന്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്? വിറ്റമിൻ എയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇനി വിറ്റമിൻ ബി വരുമ്പോൾ എന്താണ്? ഗ്ലോസിറ്റിസ് അല്ലെങ്കിൽ നാവ് വീക്കോ നാവിലെ വായ്പുണ്ണും ഒക്കെയാണ് വരുന്നത്. അതുപോലെ വിറ്റാമിൻ സി വരുമ്പോൾ മോണയിൽ നിന്നുള്ള രക്തസ്രാവം അല്ലെങ്കിൽ സ്കർവി ആണ്. അപ്പോൾ സ്കർവി എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്? വിറ്റമിൻ സിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇവിടെ വിറ്റമിൻ ഡി ആണ് സ്കർവി എന്ത് ചെയ്തിരിക്കുന്നത്? ജോഡി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതും എന്താണ്? തെറ്റാണ്. സ്കർവി എന്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്? വിറ്റമിൻ സിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അതുപോലെ വിറ്റമിൻ ഡി ആണ് കണ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? വിറ്റമിൻ B12 കണ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതും എന്താണ്? തെറ്റാണ്. അപ്പോൾ 3 തെറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. വിറ്റമിൻ B3 എന്താണ്? പെല്ലഗ്ര, കറക്റ്റ് ആണ്. വിറ്റമിൻ B3 പെല്ലഗ്രയാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ ഉദ്ദേശിച്ച് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതി ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വയോമിത്രമുണ്ട്, വയോ അമൃതമുണ്ട്, വയോ മധുരമുണ്ട്, വയോ കിരണമുണ്ട്. ഏതാണ്? വയോ അമൃതമാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഏതാണ്? വയോ അമൃതമാണ് നമ്മുടെ ഉത്തരമായിട്ട്
വരുന്നത്. ഇനി എംഫിസിമ എന്ന രോഗം ശരീരത്തിന്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? ശ്വാസകോശം, കരൾ, ത്വക്ക്, നമ്മുടെ വൃക്കയുണ്ട്. ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? നമ്മുടെ ശ്വാസകോശത്തെയാണ് ഈ രോഗം എന്ത് ചെയ്യുന്നത്? ബാധിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, സ്നേഹക്കൂട് എന്ന കേരള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവരെയാണ്? കുഷ്ഠരോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവർ, എയ്ഡ്സ് രോഗബാധിതർ, മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിച്ച് സുഖം പ്രാപിച്ചവർ, അതുപോലെ തന്നെ ഡയാലിസിസ് നടത്തുന്ന സാമ്പത്തിക പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്നവർ. ഇതിലേതാണ് നമ്മുടെ സർക്കാരിന്റെ പുനരധിവാസ സ്നേഹക്കൂടാണ്. ആ സ്നേഹക്കൂടിൽ നമ്മുടെ സർക്കാരിന്റെ പുനരധിവാസ പദ്ധതി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആരൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിച്ച് പിന്നീട് സുഖം പ്രാപിച്ചവരെയാണ് അതിൽ എന്ത് ചെയ്തിരിക്കുന്നത്? ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഇനി താഴെ തന്നിരിക്കുന്നവയിൽ വായു വഴി പകരാത്ത രോഗം കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ വായു വഴി പകരാത്ത രോഗം: പോളിയോ, വില്ലൻ ചുമ, ചിക്കൻ പോക്സ്, ക്ഷയം. നമുക്കറിയാം വില്ലൻ ചുമ, ക്ഷയം, അതുപോലെ ചിക്കൻ പോക്സ്, ഇവർ 3 പേരും വായുവിലൂടെ പകരുന്ന ആൾക്കാരാണ്. പോളിയോ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഏതാണ്? പോളിയോ ബാധിച്ചവർക്ക് എന്താണ്? വായുവിലൂടെ ആ രോഗം എന്ത് ചെയ്യുന്നില്ല? പകരുന്നില്ല. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. പ്രസ്താവന 1 എന്താണ്? ചെറുകുടലിൽ വളരുന്ന വിരലുകൾ പോലുള്ള ഭാഗങ്ങളാണ് വില്ലസുകൾ. പ്രസ്താവന 2, വില്ലസുകൾ ജലം, ലവണം എന്നിവയുടെ ആഗിരണത്തിന് എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. അപ്പൊ ഇതിന്റെ ഒരു ഉത്തരം നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ബേസിക് സയൻസ് 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് മനുഷ്യ ശരീരം ഒരു വിസ്മയം എന്നൊരു ചാപ്റ്റർ ഉണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് ഇതിന്റെ ഉത്തരമുണ്ട്. നോക്കിക്കേ, ചെറുകുടലിലെ ഭിത്തിയിൽ കാണുന്ന വിരലുകൾ പോലുള്ള സൂക്ഷ്മങ്ങളായ ഭാഗങ്ങളാണ് വില്ലസുകൾ. കൃത്യമായിട്ട് പറയുന്നില്ലേ? അതല്ലേ നമ്മുടെ പ്രസ്താവന 1. ചെറുകുടലിൽ കാണുന്ന വിരലുകൾ പോലുള്ള ഭാഗമാണ് വില്ലസുകൾ. ഇത് ശരിയാണ്. അടുത്ത് പോയി നോക്കിക്കേടാ. ഇവയിലൂടെ നാം കഴിക്കുന്ന ആഹാരത്തിന്റെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം അല്ലെങ്കിൽ അബ്സോർപ്ഷൻ ചെയ്യപ്പെടുന്നു. ഇതാണ് പോഷണത്തിന്റെ നമുക്കറിയാം നമ്മുടെ ഡൈജഷനിൽ ഒരുപാട് ഘട്ടങ്ങളുണ്ട്. അതിൽ പോഷണം അതിലെ 3ാമത്തെ ഘട്ടമാണെന്നുള്ളത് നമുക്കറിയാം. നോക്കിക്കേ, ഇവിടെ നമ്മളോട് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് വില്ലസുകൾ എന്ത് ചെയ്യുന്നു? ജലം, ലവണം ഇവിടെ ആഗിരണത്തിന് സഹായിക്കുന്നു. എന്താണ്? നമ്മുടെ ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകങ്ങൾ എന്താണ്? രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നതും ഇതിലൂടെയാണ്. അപ്പോൾ ഉത്തരം ഏതാണ്? പ്രസ്താവന 1, 2 ഇവ രണ്ടും എന്താണ്? ശരിയാണ് എന്നുള്ളതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് അർഹരായവരെ കണ്ടെത്തുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ജോൺ ക്ലർക്ക് ഉണ്ട്, മേരി ഇ ബ്രൻകോവ് ഉണ്ട്, സുസുമി കിറ്റഗാവ ഉണ്ട്, ഫ്രെഡ് റാംഡെൽ ഉണ്ട്, റാംസ്ഡെൽ ആണ് ഇനി എന്താണ്? ഷിമോൺ സാക്കഗൂച്ചി ഉണ്ട്. ഏതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്? 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരമാണ്. 2025 വൈദ്യശാസ്ത്രത്തിനുള്ള പുരസ്കാരം ഏതൊക്കെയാണ്? നമ്മുടെ മേരി ഇ ബ്രൻകോവ് വരും, അതുപോലെ തന്നെ ഫ്രെഡ് റാംസ്ഡെൽ ഉണ്ട്, അതുപോലെ ഷിമാൻ സാക്കഗൂച്ചി. ഇവർ 3 പേരുമാണ് വരുന്നത്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? 2, 4, 5 ഏതാണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ഇസ്രായേൽ പലസ്തീൻ സംഘർഷ ഘട്ടങ്ങളിൽ ഇസ്രായേലിൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജരെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഓപ്പറേഷൻ റിസ്കു പ്രവർത്തനം ഏതാണ്? അതിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ ബ്രഹ്മയാണോ, ഓപ്പറേഷൻ ഗംഗയാണോ, ഓപ്പറേഷൻ അജയ് ആണോ, ഓപ്പറേഷൻ അമൃതാണോ? ഏതാണ് ഉത്തരം വരുന്നത്? ഓപ്പറേഷൻ അജയ് ആണ് കേട്ടോ. ഓപ്പറേഷൻ അജയ് ആണ് ഇസ്രായേൽ പലസ്തീൻ ആ ഒരു സംഘർഷത്തിൽപ്പെട്ട ഇസ്രായേൽ കുടുങ്ങി കിടക്കുന്ന ഇന്ത്യക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരെന്ന് പറയുന്നത്, റെസ്ക്യൂ പ്രവർത്തനത്തിന്റെ പേരെന്ന് പറയുന്നത് ഓപ്പറേഷൻ അജയ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ പറയുന്ന കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. നമ്മുടെ വിഴിഞ്ഞം തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്താനാണ്. എന്താണ്? തെറ്റായ പ്രസ്താവനകളാണ്. ഓക്കെ, വിഴിഞ്ഞം തുറമുഖം 2025 മെയ് 3 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. ആണോ? മെയ് 3 ആണോ? ചെറിയൊരു മിസ്റ്റേക്ക് ആണ്. മെയ് 2 എന്ത് ചെയ്യുന്നത്? പ്രധാനമന്ത്രി മെയ് 2 പ്രധാനമന്ത്രി അത് എന്ത് ചെയ്യുന്നത്? രാജ്യത്തിന് സമർപ്പിക്കുന്നത്. അപ്പോൾ ഇത് ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, അടുത്ത, ഇന്ത്യയിലെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞം. ശരിയാണല്ലേ? ഇനി വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ ആദ്യ മദർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഷെൻഹുവ 15 ആയിരുന്നു. ആണോ? ഷെൻഹുവ 15 ആണോ? നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യം എത്തിയ മദർഷിപ്പ് ഏതായിരുന്നു? MV സാൻ ഫെർണാണ്ടോ. എന്താണ്? സാൻ ഫെർണാണ്ടോ. സാൻ ഫെർണാണ്ടോ ആണ് നമ്മുടെ ഒരു എത്തിയ മദർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും എന്താണ്? തെറ്റാണ്. വിഴിഞ്ഞം തുറമുഖം നെയ്യാറ്റിൻകര താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. കറക്റ്റ് ആണ് അല്ലേ? അപ്പോൾ 1ഉം 3ഉമാണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. നമ്മളോട് ചോദിച്ചിരുന്നത് തെറ്റായിട്ടുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, 49ാമത് വയലാർ അവാർഡ് 2025 നേടിയ
തപോമയിയുടെ അച്ഛൻ എന്ന കൃതി രചിച്ചത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇ സന്തോഷ് കുമാർ, എം ലീലാവതി, വി ജെ ജെയിംസ്, അശോകൻ ചാരുവിൽ എന്നുള്ളവരാണ് നമ്മുടെ ഓപ്ഷൻസിലുള്ളത്. ഏതാണ്? ഇ സന്തോഷ് കുമാറാണ് നമ്മുടെ ഉത്തരമായിട്ട്. എന്താണ്? സന്തോഷ് കുമാറാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. എന്താണ്? ഇ സന്തോഷ് കുമാർ. ഓക്കെ, ഈ സന്തോഷ് കുമാറാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ അതിൻ്റെ SCERT ഫാക്ട്സ് നമ്മൾ അനലൈസ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇതിൽ ഞാൻ പറയാത്ത പോയിന്റ്സ് ഉണ്ടാവും, അത് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ആഡ് ചെയ്യുക. അതുപോലെ പറഞ്ഞ പോയിന്റ്സ് നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് SCERT ടെക്സ്റ്റ് ബുക്സ് വായിക്കുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. അപ്പോൾ SCERT ടെക്സ്റ്റ് ബുക്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു സീരീസുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു.